കൃഷിയോട് വലിയ താല്പര്യമാണ്. പക്ഷെ നല്ലൊരു വരുമാന മാർഗം കിട്ടുന്നുണ്ട്. മാനസികമായിട്ട് ചീരയോടും അതിൻ്റെ ഓരോ സാധനങ്ങളോടും നമുക്കൊരു കണക്ഷനുണ്ട്. എൻ്റെ പേര് സതി, ആലപ്പുഴ ജില്ലയിലെ കുറുപ്പംകുളങ്ങര, ചേർത്തല താലൂക്ക്. പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു 45 വർഷത്തോളമായി കൃഷി രീതിയിലേക്ക് വന്നിട്ട്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ കൃഷിക്കാരായിരുന്നു. അവരുടെയൊക്കെ കൂട്ടത്തിൽ നടന്ന് അതിൻ്റേതായ അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പേര് നിഷ. ഇപ്പോൾ ഒത്തിരി വർഷങ്ങളായിട്ട്, കൊച്ചിലെ അല്ല ഒരു 12 വർഷമായിട്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ കൃഷിയിലേക്ക് തന്നെയാണ്. അത് നമ്മൾ കൊച്ചിലെ മുതൽ തന്നെ പാടത്തേക്ക് ഇറങ്ങി എടുക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഏറെ എങ്ങും ജോലിയായിട്ട് പോകുന്നില്ല, കൃഷി തന്നെയാണ് നമുക്ക്. തൈക്കൽ ചീര എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് വേകുകയും നല്ല രുചിയുണ്ട്, നല്ല കളറും. അതാണ് ഈ ചീരയുടെ പ്രത്യേകത. എന്ന് വെച്ചാൽ ഇത് തനത് വിത്താണ്. ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഞങ്ങളിത് ഈ വർഷം കഴിയുമ്പോഴത്തെ അടുത്ത വർഷത്തേക്ക് സ്റ്റോക്ക് ചെയ്യും. പട്ടുചീര എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു 3-4 വർഷത്തിന് മുമ്പ് തന്നെ ഈ ചീര ഈ ഹൈബ്രിഡും കൂടി കലർന്ന് വന്നപ്പോഴത്തേക്ക് അതിനൊരു മാറ്റം വന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടി ഭംഗിയും നല്ല നിലവാരമുള്ള ഒരു ഇതായിട്ട് മാറി. അതിനെയാണ് പട്ടുചീര എന്ന് പേര് വന്നത്. ഇതിന് 28 ദിവസം കൊണ്ട് നമുക്ക് ചീര പാകമായിട്ട് കിട്ടും. നട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചാണകപ്പൊടിയും ചാരവും കോഴിവെള്ളവും കൂടി മിക്സ് ചെയ്ത്, അതുപോലെ തന്നെ മിക്സ് ചെയ്ത് ഈ തടത്തിൽ തന്നെ ഇവിടെ തന്നെ ഇട്ടേക്കും. എന്നിട്ട് ഒന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്കും നല്ലപോലെ പൊടിച്ചിട്ട് അതിനകത്ത് വാരിയിടും. അത് 2 നനച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു മരം, അത് കഴിഞ്ഞ് സൈഡിൽ നിന്ന് തന്നെ മണ്ണെടുത്ത് വെച്ച് താങ്ങി കൊടുക്കും. കറക്റ്റ് 28 ദിവസം, 26-28 ദിവസം കൊണ്ട് നല്ല പാകമായിട്ട് കിട്ടും. നമുക്ക് ഓരോ 28 ദിവസവും ഇതിൻ്റെ വരുമാനം നമുക്ക് കൈകാര്യം ചെയ്യാം. ഒരു 6 മാസമേ നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം മഴ വന്നാൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണം കറക്റ്റ് 6 മാസം എങ്ങും കഴിയാവുന്നതും എങ്ങും പോകാതെ ഞങ്ങൾ നോക്കും. കാരണം 2 നേരം നന ഒക്കെ ആയിട്ട് പോകും. തനത് വിത്തെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇത് അടുത്ത വർഷത്തേക്കുള്ളതാണ് വലിയത് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള അരി എടുത്തിട്ടാണ് നമ്മൾ പാകമാക്കി റെഡിയാക്കി വെച്ചേക്കുന്നത്. അരി എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ചെറിയ അരി ഇരിക്കുന്നത്. അത് നമ്മൾ വെട്ടിയെടുത്ത് കൊണ്ടുപോയി ചെറിയ ഇതിലായിട്ട് ഉണക്കി, എന്ന് വെച്ചാൽ ഒരുപാട് വെയിലത്തിരിയല്ല, എന്ത് വിത്ത് അങ്ങനെ ചെയ്താലേ ഫലം കാണുകയുള്ളൂ. അപ്പോൾ കാറ്റത്തിട്ട് ഉണക്കി നമ്മളത് സൂക്ഷിച്ച് വയ്ക്കും. എന്തെങ്കിലും ഒരു ഇത് ഫംഗസ് കയറി കഴിഞ്ഞാൽ പിന്നെ കേൾക്കത്തില്ല. നമ്മളതൊരു അടുത്ത വർഷത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന സാധനം നമ്മുടെ ജീവിത പ്രശ്നം. നന്നായിട്ട് നോക്കി ചെയ്യണം. കണ്ണിലിട്ടാൽ കാണത്തില്ലാത്ത പോലത്താണ് ചീരാരി. അപ്പോൾ ആ ചീരാരി നമ്മൾ പാകി ഇത്ര ആക്കി കഴിഞ്ഞാൽ അത് പറിച്ച് നടണമ്പോഴും നമ്മൾ കൊച്ചു പിള്ളേരെ എടുത്ത് നടുന്ന പോലെ ആയിരിക്കും. 3-ൻ്റെ തന്നെ അവർ നിവരുള്ളൂ. 3 ദിവസം ആകും നമ്മൾ പറിച്ച് നട്ടാൽ നിവർന്ന് നിൽക്കാൻ. ആ 3 ദിവസം കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം പോലെ നനയെ ചെന്നില്ല എന്നുണ്ടെങ്കിൽ അവർ കരിഞ്ഞു പോകും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളെപ്പോഴും പാടത്ത് തന്നെ വേണം. നല്ലൊരു മണ്ണാണ്. പ്രത്യേകിച്ച് കടലിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോർവെല്ലൊക്കെ താത്തുമ്പോഴത്തേക്ക് കക്കയും ഇതൊക്കെയാണ് വരുന്നത്. അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ വേറെ അതിന് കൃഷിയായിട്ട് യാതൊരു കുഴപ്പവും അതിന് വന്നിട്ടില്ല ഇന്ന് വരെ. ചൂട് വേണം ഇതിന്. ചൂടുണ്ടെങ്കിൽ രോഗത്തെ കുറേ പ്രതിരോധിക്കാൻ പറ്റും എന്നാണ് അറിയണത്. മഴയുടെ സമയത്താണെങ്കിൽ നമുക്ക് ഈ രോഗം, കീടനാശിനി, അത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. കീടങ്ങളുടെ ഉപദ്രവം വളരെ ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള മാറ്റം വരും. ചാണകവും കോഴിവളവും എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ നേരത്തെ 30 കിലോയുടെ ഒരു പാക്കറ്റിന് 70 രൂപ ഉണ്ടായിരുന്നുണ്ട്. ഇപ്പോൾ 15 കിലോ പോലും ഉള്ള ഒരു പാക്കറ്റ് അതിന് 140 രൂപ കൊടുക്കണം. സാധനങ്ങൾക്ക് വിലയും കൂടുന്നുണ്ട്, പണിക്കാശും കൂടുന്നുണ്ട്. ഇതിപ്പോൾ പകുതി പണി ഞങ്ങൾ തന്നെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ വിജയിച്ചു പോണതാണ്. വേനൽ വെള്ളം ഒരെണ്ണം വേണമായിരുന്നു, പക്ഷെ ഇത് ഇച്ചിരി കടുത്തുപോയി. അതിൻ്റേതായ നഷ്ടങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇത് ചെറുതിലേ വെച്ച തൈയാണ്, അതെല്ലാം ചാഞ്ഞും ചരിഞ്ഞൊക്കെ പോയി. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത് വീണ്ടും അതിൻ്റെ പണി ചെയ്യണം. ഇത് മഴ പെയ്തില്ലായിരുന്നെങ്കിൽ
ഇതിങ്ങനെ തന്നെയൊന്ന് വലുതായി കിട്ടുമായിരുന്നു. ഇതിൻ്റെ എനർജി ഇപ്പോൾ നശിച്ചു. ഇനി രണ്ടാമതൊന്ന് റെഡിയായി വരണമെങ്കിലും താമസം വരും. നേരത്തെ മഴ ഇത്രയും കടുത്ത് പെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് വളരെ കറക്റ്റായിട്ട് 28-ാമത്തെ ദിവസം നമുക്കിത് പാകമായി വിപണിയിലെത്തുമായിരുന്നു. നമ്മൾ ഫസ്റ്റിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ വെള്ളമാണ്, നമ്മൾ അപ്പുറത്തെ സൈഡ് ചാലാണ്. അപ്പോൾ ചാലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കയറി വരാൻ സാധ്യതയുണ്ട്. പിന്നെ മഴ വന്നാൽ ഇവിടുന്ന് ഒഴുകി പോകത്തില്ല. അപ്പോൾ നമ്മൾ പൊക്കി ഉയർത്ത് തന്നെ ഇടണം, കാരണം മഴ വന്നാൽ പെട്ടെന്ന് മുങ്ങും. അങ്ങനെയൊക്കെയുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ നേരിട്ട് രീതിയിലാണ് പൊക്കിയിടുന്നത്. ഇനി ഓരോ സ്റ്റെപ്പ് നമ്മൾ താഴ്ത്തി കൊണ്ടുവരും. എൻ്റെ ഓർമ്മയിൽ തന്നെ ഈ ചീരയുണ്ട്, തൈക്കൽപ്പട്ട ചീര. അന്നെന്ന് വെച്ചാൽ ഇത്രയും കേടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വലുതായിട്ട് നിന്നാൽ പോലും ഒരു കേട് പുളിക്കുത്ത ഒന്നും ഉണ്ടായിട്ടില്ല. പണ്ടത്തെ ചീര ഇതുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് കളറും രുചിയൊക്കെ അത് തന്നെ. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ അസുഖം കൂടി കയറിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, വിട്ടിൽ കടിക്കണമെന്ന് പറയും. കണ്ടോ ഇല ദ്വാരം വീണ്. അപ്പം ഇതൊക്കെ കർഷകർ സംബന്ധിച്ച് വളരെ ദയനീയമാണ് അവസ്ഥ. ഇത്ര ഇല പോകുമ്പോൾ തന്നെ വെയിറ്റ് കുറയല്ലേ. അപ്പോൾ ഈ 2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത്ര ആയപ്പോഴത്തേക്ക് ഇത് പാകമായി വരുമ്പോഴത്തേക്ക് ഇല ഒന്നും ഉണ്ടാകില്ല. അതിൻ്റെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഇതിനിപ്പോൾ കെമിക്കൽ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ നിഷ്പ്രയാസം കൊന്ന് കളയാം. പക്ഷെ നമ്മളത് ചെയ്യാറില്ല. അങ്ങനെ ഇന്ന് വരെ ഒരു രാസവളമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാറില്ല. എല്ലാം നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ തന്നെ. പാട്ടത്തിനടുത്ത് വേറൊരാളുടെ വസ്തു, അതായത് 6 മാസത്തേക്ക് അവർ തരത്തുള്ളൂ. 6 മാസം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വിതയ്ക്കണമെന്ന് പറയും. അപ്പോൾ നമ്മൾ വിട്ടു കൊടുക്കണം. ചിലപ്പോൾ പാകമാകാത്തത് വരെ പറിച്ചു മാറ്റിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്വന്തം എന്ന് പറയുമ്പോൾ ഒരു അഭിമാനത്തോടെ നമുക്ക് നിൽക്കാം. അതൊക്കെ കൃഷിയിൽ നിന്ന് കിട്ടിയ കാശ് കൊണ്ട് മാത്രമാണ്. അല്ലാതെ നമുക്ക് വേറെ പൈതൃക സമ്പത്തൊന്നുമില്ല. അന്നന്ന് വിലയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. കൃഷി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകണം അതല്ലേ. അമ്മേനൊക്കെ ഉണ്ടാവും 100 വയസ്സ് 101 വയസ്സായതാണ്. ആ അമ്മ ഇപ്പോഴും അമ്മയുടെ പഴയ കാലത്തെ ജീവിത രീതി ഞാൻ അമ്മയുടെയൊക്കെ കൂട്ടത്തിൽ ഈ പാടത്തൊക്കെ വന്ന് കൃഷി ചെയ്തിട്ടുള്ള കൊച്ചിലെ തന്നെ. അന്നൊന്നും കൃഷിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ അമ്മയുടെ കൂട്ടത്തിൽ വന്നിങ്ങനെ ഓരോ കൂട്ടം കാര്യങ്ങൾ ചെയ്ത് വന്നപ്പോൾ നമ്മൾ ആ കൃഷിയിലേക്ക് ഇങ്ങനെ അതാണ്. പക്ഷെ കൃഷിയോട് താല്പര്യം ഇതിനകത്തേക്ക് ഇറങ്ങി വരാൻ ഇപ്പോൾ ചെറിയ പിള്ളേരെയൊക്കെ താല്പര്യപ്പെടുത്തി കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത്. കുട്ടികൾ ഇതിനകത്തേക്ക് വരാമെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനോടൊരു ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ബോധവൽക്കരണം കൊടുക്കണം നല്ലതായിരിക്കും. അല്ലെങ്കിൽ കൃഷി പഠിക്കട്ടെ, അവർ ജോലി ചെയ്യട്ടെ, എന്നാലും ഒരു 2-3 മണിക്കൂർ ഇതിലേക്കൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ വീട്ടിലൊരു അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞ പോലെ 1-2 സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് അതിനോട് താല്പര്യം വരും. എല്ലാം ഇപ്പോൾ ഒരു ഫോണിൽ നമ്മൾ വട്ടം നെക്കിയാൽ മതി. പക്ഷേ ഈ കൃഷി ചെയ്തെടുക്കുന്നത് വട്ടം നെക്കിയാൽ ഒരിക്കലും ആകത്തില്ല. അത് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ.